പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്കും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്കും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്കും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 40 മണി ആരാധനയുടെ ഇന്നും നിമിഷങ്ങളിൽ നമുക്ക് ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയെ ഒത്തിരി സ്നേഹത്തോടുകൂടെ നമുക്ക് ആരാധിക്കാം. ഈശോയുടെ ചില സങ്കടങ്ങളൊക്കെ അവൻ ശിഷ്യരോട് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞൊരു സങ്കടമാണ്, ഇത്രയും നാളും ഞാൻ കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ നിനക്കെന്നെ മനസ്സിലായില്ലേ. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും വിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ നമുക്ക് മനസ്സിലാക്കാതെയൊക്കെ പോകുന്നുണ്ട്. ഈ സമയങ്ങളിൽ നമുക്കൊന്ന് വിശ്വസിക്കാം, ഇവൻ രക്ഷകനാണ്, കർത്താവാണ്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ തമ്പുരാൻ വിശുദ്ധ കുർബാനയായി നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നു. നിയമാവർത്തനം 4:7 ഇങ്ങനെ പറയുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഇത് ഇസ്രായേലിൻ്റെ അഭിമാനമായിരുന്നു. നമ്മളുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ദൈവം അടുത്തുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവൻ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും കൂടെയാണ്. അതിനായിട്ടാണ് അവൻ അപ്പമായത്. അപ്പമായി നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈശോ ഒരു ചെറുകാറ്റ് കൊണ്ട് പോലും പറക്കാവുന്ന രീതിയിലുള്ള ഒരു അപ്പത്തിൽ വസിക്കുന്നവൻ കൊടുങ്കാറ്റിനെ ശാന്തനാക്കിയവനാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അതേപോലെ തന്നെ ഒരു ചെറു പാത്രം വെള്ളത്തിൽ അലിയുന്ന ഈ അപ്പം ജലത്തിന് മീതെ സഞ്ചരിച്ച ഒരു സർവശക്തനായ ദൈവമാണെന്ന് നമ്മൾ അറിയണം. 2000 വർഷങ്ങൾക്ക് മുൻപ് കന്യകയുടെ ഉദരത്തിൽ ഉരുവായ ഈശോ, അവൻ യേശുവെന്ന് വിളിക്കപ്പെടണമെന്ന ഗബ്രിയേൽ ദൂതൻ്റെ വാക്ക് പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും നിറവേറ്റി 30 വർഷക്കാലം രഹസ്യ ജീവിതം മാതാപിതാക്കൾക്ക് വിധേയനായി ഈശോ ജീവിച്ചു. മുൻപോട്ട് വന്നു. പരിശുദ്ധാത്മാവിനെ മാമോദീസാ വേളയിൽ സ്വീകരിച്ച ഈശോ 40 നാളും 40 പകലും 40 രാവും അവൻ ഉപവാസത്തിലായിരുന്നു. സിനഗോഗിൽ വന്നിട്ട് അവൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ഇത് പറഞ്ഞ് പുസ്തകമടച്ചതിന് ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി. അന്ധനെ അവൻ സുഖപ്പെടുത്തി, ബധിരനെ അവൻ സുഖപ്പെടുത്തി, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, കാനായിലെ വെള്ളം വീഞ്ഞാക്കി. 5 അപ്പം 5000 പേർക്കായി വീതിച്ചു കൊടുത്തു. കടലിന് മീതെ നടന്നു, രോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോഴൊന്നും തന്നെ, ആ സമയങ്ങളിലൊന്നും തന്നെ ഈ ശിഷ്യന്മാർ ഈശോ ദൈവമാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് പിതാവിനെ കാണിച്ചു തരണമേ എന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ മുൻപോട്ട് നീങ്ങി ഉത്തിതനായ ഈശോയെ കണ്ടപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവാണ് ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. നമുക്ക് ഏറ്റു പറയാം, നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, രോഗികളെ സുഖപ്പെടുത്തിയ, പാപികൾക്ക് മോചനം നൽകിയ, പാപങ്ങൾക്ക് പൊറുതി നൽകിയ, ബന്ധിതരെ മോചിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച സർവശക്തനായ ഈശോയെ,
അങ്ങ് ക്രൂശിതനാണെന്നും അങ്ങ് ക്രൂശിതനാണെന്നും അങ്ങ് ഉത്ഥിതനാണെന്നും അങ്ങ് ഉത്ഥിതനാണെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ പിതാവായ തോമാസ് ലിഹായോട് ചേർന്ന് ഞങ്ങളും ഏറ്റുപറയുന്നു. കർത്താവായ ഈശോയെ, നീ സത്യമായും ദൈവപുത്രനാണ്, ദൈവമാണ്, കർത്താവാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്ന് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു 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 ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഏറ്റുപാടി പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയ
പ്രിയ സഹോദരങ്ങളെ, നിയമാവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ ജനതയോട് കൽപ്പിക്കുന്ന പ്രമാണത്തിൻ്റെ അന്തസത്ത ഇപ്രകാരമാണ്: നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതൊരു കൽപ്പനയാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇത് വാഗ്ദാനമാണ്. എന്നാൽ കൽപ്പനയിൽ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിലൊരടയാളവും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. ഈ നാളുകളിലൊക്കെ ദൈവവിശ്വാസത്തെ പ്രതിയും ദൈവസ്നേഹത്തെ പ്രതിയും ഒത്തിരി ദൈവജനം ഇടറിപ്പോകുന്നുണ്ട്. വിശ്വാസമില്ലാത്ത യുവജനങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഓർക്കാം, നമ്മുടെ സഭയെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയിലും ഇതുപോലെ തന്നെ ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും ഒക്കെ ഒത്തിരി കുറവുകൾ ഉണ്ടാവുന്നുണ്ട്. വൈദികരുടെ ജീവിതത്തിൽ, മെത്രാന്മാരുടെ ജീവിതത്തിൽ, സന്യസ്തരുടെ ജീവിതത്തിൽ, കുടുംബനാഥന്മാരുടെയും നാഥന്മാരുടെയും ജീവിതത്തിൽ, യുവജനങ്ങളുടെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിലൊക്കെ ഈശോയ്ക്ക് വലിയ വേദനയുണ്ട്. ഈശോ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. സ്നേഹം കൊടുക്കാത്തതിൻ്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കുന്നവനൊന്നുമല്ല. എന്നാൽ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തള്ളിപ്പറഞ്ഞ പത്രോസിനെ മാറ്റി നിർത്തിയിട്ട് ഈശോ ചോദിക്കുന്നത്: നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളോടും ഈ ദിവ്യകാരുണ്യ ഈശോ ഇപ്പോൾ ഇപ്രകാരം ചോദിക്കുന്നു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈശോ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹിക്കപ്പെടാൻ. അതിനല്ലേ 40 മണി ആരാധനയൊക്കെ. നമ്മുടെ ചാവറ പിതാവ് വർഷങ്ങൾക്കും പതിറ്റാണ്ടുകൾക്കും മുൻപ് ദൈവത്തിൻ്റെ ഈ ഹൃദയത്തിലുള്ള ഈ ഒരു സ്പന്ദനം മനസ്സിലാക്കിയിട്ട് ആരംഭിച്ചതാണ് 40 മണി ആരാധന. പുരാതനമായ പല ദേവാലയങ്ങളിലും ഈ വിശുദ്ധമായ ആചാരം നിലനിൽക്കുന്നത് ഈശോയെ സ്നേഹിക്കാനുള്ള സമയമായിട്ടാണ്. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. യോഹന്നാൻ 3:16 തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ കുർബാന ഈശോയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമാണ്. ഈ വിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയിട്ടാണ് ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചത്. ഈശോ 30 വർഷക്കാലം രഹസ്യ ജീവിതത്തിൽ വ്യാപരിച്ചതിൻ്റെ പിന്നിലും ഈശോയുടെ ആഗ്രഹം വിശുദ്ധ കുർബാനയാകുവാൻ വേണ്ടിയിട്ടായിരുന്നു. അവൻ അതിനാണ് രോഗികളെ സുഖപ്പെടുത്തിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അവൻ പീഡനങ്ങളേറ്റത്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ചമ്മട്ടിയടിയേറ്റത്, തലയിൽ മുൾക്കിരീടം ചൂട്ടപ്പെട്ടത്. അവൻ മരിച്ചത്, അവൻ കുരിശു ചുമന്നത് എല്ലാം വിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയിട്ടാണ്. അവൻ ഉയർത്തത് എന്നൊന്നും നമ്മളോടുകൂടെ ആയിരിക്കുമെന്നുള്ള വാഗ്ദാനം പാലിക്കാനാണ്. ഈശോ ഒരപ്പം എടുത്തിട്ട് പറഞ്ഞു: ഇനിമേൽ ഈ അപ്പത്തിൽ ഞാനുണ്ട്. അതാണ് വിശുദ്ധ കുർബാന. ഒരു വൈദികൻ ഈശോയുടെ സ്ഥാനത്ത് നിന്ന് കുർബാനയുടെ മധ്യേ പറയുന്നു: ഇത് എൻ്റെ ശരീരമാണ്. ഇത് ഈശോ പറയുന്നതാണ്: ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പൂർവികരൊക്കെ കാണിച്ചു തന്ന വലിയ മാതൃക ഈ 40 മണി ആരാധനയിലും നിത്യാരാധനയിലും ഒക്കെ തന്നെ ഈശോയോട് കൂട്ടിരിക്കുന്ന ഒരു വലിയ ഭക്തി പ്രകടനമാണ്. നമ്മുടെ മക്കളെയും ഒക്കെ നമുക്ക് ഓർക്കാം. വിശ്വാസത്തിൽ നകന്നു പോകുന്നവരൊക്കെ ഉണ്ടാകാം, അവരെയും ഓർക്കാം. അവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് ആരാധനയോടുകൂടെ ആയിരിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ,
പൂർണ്ണ ശക്തിയോടുകൂടെ നമുക്ക് ഈ ദൈവത്തെ സ്നേഹിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയ സഹോദരങ്ങളെ, തിബേരിയോസ് കടൽ തീരത്ത് വെച്ചാണ് ഈശോ പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. മനസ്സിൽ ഒരു സംശയം പത്രോസിനുണ്ട്. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കാരണം നിന്നെ അധികമായി സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞ പത്രോസ് ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഈശോയെ അറിയാതെ ഉപേക്ഷിക്കുകയാണ്. എന്നാൽ ഈശോ വീണ്ടും വീണ്ടും അവനോട് ചോദിക്കുന്ന ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ഒരു ചോദ്യം, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിത പങ്കാളിയെ, മക്കളെ, കൂട്ടുകാരെ, ബന്ധുമിത്രാദികളെ, പ്രണയത്തിലുള്ള വ്യക്തികളെ, ഇവരെക്കാളൊക്കെ ഉപരിയായിട്ട് ഈശോയെ സ്നേഹിക്കണം. ഞാൻ എൻ്റെ തൊഴിലിനേക്കാൾ, സമ്പത്തിനേക്കാൾ, വിദ്യാഭ്യാസത്തേക്കാൾ ഉപരിയായി ഈശോയെ സ്നേഹിക്കണം. ഇതൊരു കടമയാണ്, സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തെക്കാൾ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് കഴിയുമെങ്കിൽ ഇരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈശോയെ ഒന്ന് നോക്കി, അവൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി നമുക്ക് ഏറ്റുപറയാം. ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത്, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച്, തൻ്റെ സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. എന്നേക്കാൾ ഉപരിയായി സഹോദരനെയോ സഹോദരിയെയോ, മാതാവിനെയോ പിതാവിനെയോ, ഭാര്യയെയോ ഭർത്താവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോജിച്ചതല്ല. ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ എപ്പോഴും ഇത് കൊടുക്കാൻ സാധിച്ചെന്ന് വരികയില്ല, കാരണം നമ്മൾ ബലഹീനരാണ്.
പല വിശുദ്ധരും അതിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പരാജയപ്പെടാറുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ആഗ്രഹിക്കുമെങ്കിലും ചെയ്യാമല്ലോ. അതിന് മുടക്കൊന്നുമില്ലല്ലോ. ഈ ദിവികാരുണ്യ സാന്നിധ്യത്തിൽ ഇരുന്നിട്ട് നമുക്കൊന്ന് ആഗ്രഹിക്കാം. ഈശോയെ, ഞാൻ ആഗ്രഹിക്കുന്നു, തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നു, എനിക്കുള്ള എല്ലാ വ്യക്തിബന്ധങ്ങളെക്കാൾ ഉപരിയായി ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ ലോക ബന്ധങ്ങളെക്കാൾ, ഈ ലോക സമ്പത്തിനേക്കാൾ, എല്ലാറ്റിനും ഉപരിയായി ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ ലോക ബന്ധങ്ങളെക്കാൾ, ഈ ലോക സമ്പത്തിനേക്കാൾ, എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോക ബന്ധങ്ങളെക്കാൾ, ഈ ലോക സമ്പത്തിനേക്കാൾ, എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. നമ്മൾ ഈശോ പങ്കുവച്ച ചില സങ്കടങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ആദ്യം നീ എന്നെ തിരിച്ചറിഞ്ഞില്ലേ എന്നുള്ളൊരു സങ്കടമാണ് ഈശോ പറഞ്ഞത്. ഈശോയുടെ മറ്റൊരു സങ്കടമായിരുന്നു, ശീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളത്. മറ്റൊരു സങ്കടമാണ്, 1 മണിക്കൂർ എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അത് കണ്ണിൻ്റെ തുറവിയല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ഒരു തുറവിയാണ്. ശിഷ്യന്മാർ ഇതിൽ രണ്ടിലും പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ക്രൂശിതന്റെ കൂടെ നടക്കാൻ അവർ പരാജയപ്പെട്ടു പോയി. നമ്മുടെ ജീവിതത്തിലും ഇതുണ്ടാകാറുണ്ട്. വിശുദ്ധ കുർബാന അലക്ഷ്യമായി നമ്മൾ ചിലപ്പോഴെങ്കിലും പങ്കെടുത്തിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയിലോ ഈശോയോട് ചേർന്നിരിക്കേണ്ട നിമിഷങ്ങളിലോ ഒക്കെ നമ്മൾ ഉറങ്ങി പല വിചാരത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് ഈശോയുടെ വലിയൊരു സങ്കടമാണ്. എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലേ? ചിലപ്പോൾ കുർബാനയുടെയൊക്കെ നീളം കൂടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വൈദികരെയൊക്കെ വിധിക്കാറില്ലേ? അല്ലെ, കുടുംബ പ്രാർത്ഥനയ്ക്ക് അല്പം നീളം കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളെയോ വൃദ്ധരായ വല്യപ്പച്ചനെയോ വല്യമ്മച്ചിയോ ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്താറില്ലേ? ഒന്ന് ഓർത്തു നോക്കുക. നമുക്ക് 24 മണിക്കൂർ തന്ന ദൈവത്തിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ കൊടുക്കാൻ നമ്മൾ പരാജയപ്പെടാറില്ലേ? ഈശോയ്ക്ക് അതിനും സങ്കടമുണ്ടെങ്കിലും നമ്മളെ അവൻ കുറ്റപ്പെടുത്തത്തില്ല. ഈശോ ഇപ്പോൾ ആവശ്യപ്പെടുന്നു, ഈ 1 മണിക്കൂർ എന്നോടുകൂടെ ഒന്ന് ഉണർന്നിരിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ? കഴിഞ്ഞ കാലങ്ങളെല്ലാം മറക്കാം. അതാണ് ഈശോയുടെ സ്വഭാവം. കുരിശിൽ കിടന്ന വലത് വശത്ത് കുരിശിൽ കിടന്നിരുന്ന നല്ല കള്ളൻ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ആ കള്ളൻ, അവൻ ജീവിതകാലത്ത് ചെയ്ത കള്ളത്തരങ്ങളും ക്രിമിനൽ കുറ്റങ്ങളും എല്ലാം തന്നെ അവൻ ഏറ്റുപറഞ്ഞിട്ട് ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതെല്ലാം അറിയാവുന്ന നല്ല തമ്പുരാനെ, നീ പർദീസായിലായിരിക്കുമ്പോൾ എന്നെയും നീ ഒന്ന് ഓർക്കണേ. ഈശോയുടെ മറുപടി, നീ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ചെയ്തു പോയ തെറ്റുകൾ ഞാൻ ഓർക്കുന്നുണ്ട്, എന്നാലും ഞാൻ ക്ഷമിക്കുന്നു എന്നൊന്നുമല്ല. മറിച്ച് അവനെ ഒരു രീതിയിലും കുറ്റപ്പെടുത്താതെ നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്നുള്ള ഒറ്റ വാക്കില് ഈശോ അതെല്ലാം സംഗ്രഹിച്ചു. പ്രിയ സഹോദരങ്ങളെ,
ഈശോ ഇപ്പോൾ നമ്മളോടും കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ഒരു ചോദ്യത്തിനായിട്ട്. ഈശോയെ, കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞു പോയ ചില പ്രതിസന്ധികളും നിനക്ക് വേണ്ട സമയം നൽകാത്തതായിട്ടുള്ള നാളുകളും ദിവസങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ചിലപ്പോൾ ഒരു മിനിറ്റ് പോലും നിനക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ കഴിയാതെ പോയ ദിവസങ്ങളൊക്കെ ഉണ്ട്. നിന്നേക്കാളേറെ മറ്റു പല കാര്യങ്ങൾക്കും, ചിലപ്പോൾ ജോലിക്കാകാം, തിരക്കുകൾക്കാകാം, അല്ല ചില വ്യക്തികൾക്കാകാം, അല്ലെങ്കിൽ മൊബൈലിലോ മറ്റു മീഡിയകളിലോ ഒക്കെ ആയിട്ടാകാം, അല്ലെങ്കിൽ കപടമായിട്ട് നിന്റെ മുമ്പിൽ ഉണർന്നിരുന്ന നാളുകളൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ഉത്തരവാദിത്വത്തിൻ്റെ കടമയുടെയും പേരിൽ ഒക്കെ ഈ 1 മണിക്കൂർ പലപ്പോഴും ഈശോയ്ക്ക് യോജിക്കാത്ത രീതിയിൽ ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്. അല്ല തമ്പുരാനെ, മാപ്പ് ചോദിക്കുന്നു. ഈ ആരാധനയുടെ മണിക്കൂറിൽ പുതിയൊരു പറുദീസ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഈശോയെ, പൂർണ്ണ മനസ്സോടുകൂടെ അങ്ങേ ആരാധിക്കാൻ, ഈ സമയങ്ങളിൽ അങ്ങേ ഒത്തിരി സ്നേഹത്തോടെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരാധന 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 ആരാധന. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 1 യോഹന്നാൻ 3:1. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ് താനും. പ്രിയ സഹോദരങ്ങളെ, ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള വലിയൊരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യം. നമ്മൾ ദൈവ മക്കളാണ്. അത്രത്തോളം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. മറ്റൊരു മതത്തിലോ മറ്റൊരു പ്രസ്ഥാനത്തിലോ അവർ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അവർ വിശ്വസിക്കുന്ന വ്യക്തിയെ ഈ അബ്ബാ എന്നുള്ള വാക്കിൽ വിളിക്കാൻ പറ്റില്ല. ഇത് ദൈവം തന്നെ തനിക്കിട്ട പേരാണ്. പുത്രനായ ഈശോ ഈ ഭൂമിയിൽ വന്നിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്ന പേരാണ്. അതുകൊണ്ടല്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത്. അവൻ കുരിശിൽ തറയ്ക്കപ്പെടാനുമുള്ള ഒരു കാരണം അവൻ ദൈവത്തെ അപ്പാ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് വലിയ ബോധ്യമാണ്. ഇത് വലിയ ബോധ്യമാണ്. നമുക്ക് ഈശോയെ അവന് നമ്മുടെ സ്വർഗത്തിലുള്ള പിതാവാണ് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ നമുക്ക് കരങ്ങൾ ഈശോയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഈശോ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള വലിയ ബോധ്യമാണ് അതിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ആ ദൈവത്തെ നമ്മൾ ഒത്തിരിയേറെ സ്നേഹിക്കേണ്ടതുണ്ട്. ആ ബോധ്യത്തോടുകൂടെ നമുക്കായിരിക്കാം. തുല്യം ചൊല്ലാ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേമായി ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേമായി ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, അങ്ങ് സത്യമായും സത്യമായും ദൈവമാണെന്നും ദിവ്യകാരുണ്യത്തിൽ അങ്ങ് വസിക്കുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ ഈശോയേ, ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിലും മറ്റിടങ്ങളിലും അങ്ങയോട് ചെയ്യുന്ന നിന്നാപമാനങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും ആരാധനയും അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ഈശോയേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ആരാധനകളിൽ പ്രാർത്ഥനകളിൽ വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവായ ഈശോയേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും വലിയ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അല്പനേരം നിശബ്ദമായി നമുക്ക് ഈശോയിലേക്ക് നോക്കാം. 3 സങ്കടങ്ങളാണ് ഈശോ പങ്കുവച്ചത്. ഒന്ന്, തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു ദൈവമായിട്ട് അവൻ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറിയിട്ടുണ്ട്. 2, 1 മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ നമ്മൾ പരാജയപ്പെടുമ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഈശോയ്ക്കുണ്ട്. 3-മത് ഒരു സങ്കടം, സ്നേഹിക്കപ്പെടാതെ പോകുന്ന ഒരു സ്നേഹം. അതായിരുന്നു ഈശോ. അവൻ പത്രോസിനോടും നമ്മളോടുമൊക്കെ ചോദിക്കുന്നു, നിങ്ങൾക്കെന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്? ഈ സമയങ്ങളിൽ ഈശോയിലേക്ക് നോക്കുകയും ഈശോയെ അങ്ങ് ദൈവമാണെന്ന് ഏറ്റുപറയുന്നു. ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം നിശബ്ദമായിരിക്കാം. ഈശോയുടെ മറ്റൊരു സങ്കടം. യോഹന്നാന്റെ വെളിപാടിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. തുറക്കപ്പെടാത്ത വാതിൽ
സങ്കടം ഈശോയ്ക്കുണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങളുടെ വാതിൽക്കൽ നാളുകൾക്കൊക്കെ മുൻപ് നമ്മൾ കണ്ടിരുന്നത് യേശു ഈ വീടിൻ്റെ നായകൻ. പലപ്പോഴും അവൻ പുറത്താണ്. അങ്ങനെ അകത്തേക്കൊന്നും നമുക്ക് കയറ്റാൻ പലപ്പോഴും പറ്റാറില്ല. നായകനായ ഈശോ പുറത്താണ് നിൽക്കുന്നത്. നമ്മുടെ ചില പ്രവൃത്തികളാകാം, നമ്മുടെ ചില കുറവുകളാകാം, നമ്മളുടെ ചില അസ്വസ്ഥതകളാകാം, തകർച്ചകളാകാം. എന്തുകൊണ്ടുമൊക്കെ ഈശോയെ നമ്മൾ അകത്തേക്ക് വിളിക്കുന്നില്ല. ഈ സമയത്ത് നമ്മളൊരല്പവും കൂടെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിയുന്നവർ മുട്ടിന്മേൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് മുട്ടിന്മേൽ നിൽക്കാം. ഈശോ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്. ശതാധിപന് നഷ്ടപ്പെട്ടു പോയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, അവൻ ചോദിച്ചത് ഭൃത്യന് സുഖപ്പെട്ട് കിട്ടി. പക്ഷെ അവൻ പറഞ്ഞു, ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് നീ എൻ്റെ ഭവനത്തിലേക്ക് വരണ്ട കർത്താവേ. ഇതവന് നഷ്ടപ്പെട്ടു പോയൊരു ഭാഗ്യമാണ്. നമ്മളും പലപ്പോഴും ഈ അയോഗ്യതയുടെയൊക്കെ പേര് പറഞ്ഞ് ഈശോ അവിടെ നിന്നേച്ചാൽ മതി എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാകാം. എന്നാൽ സക്കേബൂസിൻ്റെ വലിയൊരു ഭാഗ്യം, അദ്ദേഹം അയോഗ്യനായിട്ടും ഈശോ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കടന്നു വന്നു എന്നുള്ളതാണ്. ഈശോയെ അനുവദിച്ചു. ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പാപത്തിന്റെ പിന്നാലെയും കണ്ണുകൾ ഓടിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു തമ്പുരാനൊന്നുമല്ല നമുക്കുള്ളത്. മറിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല തമ്പുരാൻ, കുറവുകളെക്കാളേറെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല തമ്പുരാൻ. അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാൻ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ഒരിക്കൽ പറയുന്നു, ഈശോ ആഗ്രഹിക്കുന്നത് സ്വർണ്ണ കുസ്തോതിയിലോ സ്വർണം പൂശിയ അരളിക്കയിലോ വസിക്കാനല്ല, മറിച്ച് താൻ തൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് വീണ്ടെടുത്ത അജഗണമായ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇതാ ഞാൻ എൻ്റെ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. നമുക്ക് കരങ്ങളൊക്കെ ഈശോയിലേക്ക് ഒന്ന് നീട്ടിപ്പിടിക്കാം. ഈശോയെ നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യാം. നമ്മുടെ ദേശത്തേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ഈ ഇടവക ദേവാലയത്തിലേക്ക്, ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളിലേക്കും ഒക്കെ സ്വാഗതം ചെയ്യാം. നമ്മൾ സ്വാർത്ഥരായി പോകരുത്. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഒതുങ്ങി നിൽക്കരുത്. മറിച്ച് ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് നീ എഴുന്നള്ളി വരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുനാഥ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഹൃദയം ഒത്തിരി സ്നേഹത്തോടുകൂടെ നിന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയെ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഒത്തിരി തീഷ്ണതയോടുകൂടെ ഈശോയെ വിളിക്കാം. ഹൃദയം തേടിയിടും സ്നേഹമേ നീ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അറിയാതെ പോകുന്ന സന്തോഷമാണ് ഈശോ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവജന വർഷത്തിൽ യുവജനങ്ങളോട് പ്രകാരം പറഞ്ഞു, പ്രിയ യുവജനങ്ങളെ, നിങ്ങൾ തേടുന്ന സന്തോഷത്തിന്റെ പേരാണ് യേശു ക്രിസ്തു.
നമ്മൾ പലപ്പോഴും സന്തോഷത്തിനായിട്ട് ആശ്രയിക്കുന്നത് മദ്യമാകാം, ലഹരികളാകാം, മൊബൈലാകാം, സിനിമകളാകാം, ഭക്ഷണമാകാം, പാനീയങ്ങളാകാം, അല്ലെന്നുണ്ടെങ്കിൽ യാത്രകളൊക്കെ ആകാം. എന്നാൽ സങ്കീർത്തന ഇപ്രകാരമാണ് പറയുന്നത്: ദൈവമേ, അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണം കൂടുതൽ അഭികാമ്യമാണല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഇവന്റെ അടുക്കൽ ഇരിക്കുന്നതിനേക്കാളേറെ സന്തോഷം എന്താണ്? ഫൗസ്റ്റീന പുണ്യവതി അവളുടെ ജീവചരിത്രത്തിൽ ഇപ്രകാരം അവൾ പറയുന്നതായിട്ട് കുറിച്ചു വെച്ചിട്ടുണ്ട്: ഞാൻ ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ മണിക്കൂറുകളോളം ചിലവഴിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും എനിക്ക് സാധിക്കാതെ വരുന്നത് എൻ്റെ ഉത്തരവാദിത്തം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ എന്നെ വിളിക്കുമ്പോഴാണ്. ഈ സമയങ്ങളിൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാറുള്ളത്. പ്രിയ സഹോദരങ്ങളെ, എത്ര സന്തോഷപ്രദമാണ് അവൻ്റെ കൂടെ ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും. വിയാനി പുണ്യവാന്റെ ജീവിതത്തിൽ അദ്ദേഹം നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. എല്ലാ പ്രഭാതത്തിലും ഇവനിങ്ങനെ അവൻ്റെ ജോലിക്കുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ ദേവാലയത്തിന് മുൻപിൽ വന്ന് നോക്കി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ സമയങ്ങളിൽ പലപ്പോഴായിട്ട് ഇവൻ ഇത് ആവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ വിയാനി പുണ്യവാളൻ ചോദിച്ചു: നീ എന്താണ് അവിടെ ചെയ്യുന്നത്? നിന്റെ ചുണ്ടുകളൊന്നും അനങ്ങുന്നില്ലല്ലോ. നീ പ്രാർത്ഥിക്കുവാണോ അതോ ചുമ്മാ നോക്കുകയാണോ? അപ്പോൾ ഈ കൃഷിക്കാരൻ ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ ദേവാലയത്തിന്റെ വാതിൽക്കൽ നിന്ന് സക്രാരിയിലുള്ള ഈശോയെ നോക്കും, ഈശോ എന്നെയും നോക്കും. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ പരസ്പരം നോക്കി നിന്നിട്ട് ഞാൻ യാത്രയാകും. ഇതാണ് എൻ്റെ ആ ദിവസത്തേക്കുള്ള ഊർജം. പൂക്കൾക്കില്ല പ്രഭാ തേൻ മധുരമല്ല, നീ വരുമ്പോൾ ആനന്ദം വർണ്ണ്യമല്ല. യേശുനാഥ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. തേൻ മധുരമല്ല, നീ വരുമ്പോൾ ആനന്ദം വർണ്ണ്യമല്ല. നമ്മളെ ഭ്രമിപ്പിക്കുന്ന പല കാഴ്ചകളും ഉണ്ടാകാം. പല കാഴ്ചകൾ നമുക്ക് സന്തോഷം തരുന്നുണ്ടാകാം. പക്ഷെ പൂക്കളുടെ കാഴ്ചയേക്കാൾ മനോഹരമായിട്ട് മറ്റെന്താ ഉള്ളത്? പക്ഷെ യേശു അതിനേക്കാൾ കാഴ്ചയിൽ ഇമ്പമുള്ളതാനാണ്. തേനിനേക്കാൾ മധുരമായിട്ട് മറ്റെന്താണുള്ളത്? പക്ഷെ യേശു അതിനേക്കാൾ മാധുര്യവാനാണ്. അതുകൊണ്ടല്ലേ സങ്കീർത്തനം പറയുന്നത്: യേശു എത്രത്തോളം മാധുര്യവാനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവേൻ. അപ്പമായി മാറുന്ന ഈശോ, അവൻ മാധുര്യവാനാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ആ മാധുര്യമുള്ള, കാഴ്ചയിൽ ഇമ്പമുള്ള ആ ഒരു ഈശോയെ, നമ്മുടെ സ്നേഹനിധിയായ ഈശോയെ ഒത്തിരിയേറെ സ്നേഹിച്ചുകൊണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിലുള്ള ആ ഒരു ഈശോയെ നമുക്ക് ആരാധിച്ചുകൊണ്ട് പാടാം. പൂക്കൾക്കില്ല പ്രഭാ തേൻ മധുരമല്ല, നീ വരുമ്പോൾ ആനന്ദം വർണ്ണ്യമല്ല. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് വാവാ യേശുനാഥ, യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായ് ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. പലപ്പോഴും ഈശോയെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ശേഷം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും.
ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പരാജയം അവിടെയാണ്. ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ സ്വീകരിക്കും, പുറത്തു പോയിട്ട് ഈശോയ്ക്ക് യോജിക്കാത്ത പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഉള്ളിൽ വന്ന ഈശോയെ എത്രയും പെട്ടെന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രവർത്തികൾ മൂലം കാരണമായിട്ടുണ്ട്. ഈശോയെ നീ പോകരുതേ, നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ചില പ്രവർത്തികൾ മൂലം പലപ്പോഴും ഈശോയെയൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പണ്ടൊക്കെ നമ്മളെ കണ്ടിട്ട് മറ്റു മതസ്ഥരായിട്ടുള്ള മനുഷ്യർ നമ്മുടെ ദൈവത്തെ കൂടുതൽ അറിഞ്ഞിരുന്നു. ഇന്നും നമ്മളെ കണ്ടിട്ട് നമ്മുടെ ദൈവത്തെ പലപ്പോഴും ദുഷിക്കുന്നുണ്ട്. നമ്മുടെ കൂദാശകളെ പോലും ഒക്കെ ദുഷിക്കുന്നുണ്ട്. കാരണം എന്താണ്? നമ്മുടെ പ്രവർത്തികൾ യേശുവിനെ യോജിക്കാത്തതായിട്ട് പോകുന്നു. യേശു എല്ലാ കാലങ്ങളിലും ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈശോയ്ക്ക് യോജിക്കാത്തതെല്ലാം നമുക്ക് അകറ്റണം. യോഗ്യതയോടെ അവനെ സ്വീകരിക്കുകയും അവനെ പകർന്നു കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് അവസാനമായിട്ട് പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി എന്നിൽ നിന്ന് കേട്ട സുവിശേഷം എല്ലാ ജനതയെയും അറിയിക്കുവാൻ. നമ്മുടെ സൽപ്രവർത്തികൾ കൊണ്ടും നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ടുമാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യേണ്ടത്. എന്നാൽ ഈശോയ്ക്ക് യോജിക്കാത്തതായിട്ടുള്ളതെല്ലാം നമുക്കിപ്പോൾ ഉപേക്ഷിക്കാം. നമുക്ക് ഈശോയിലേക്ക് കരങ്ങൾ നീട്ടാം. ഈ പ്രാർത്ഥന നമുക്കൊന്നായിട്ട് ചൊല്ലാം. ഒരു തീരുമാനമായിട്ട് പറയാം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, അങ്ങ് സത്യമായും ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും കർത്താവാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. കർത്താവായ ഈശോയേ, ഞാൻ ലോകവും അതിന്റെ ആഡംബരങ്ങളും ലോകവും അതിന്റെ ആഡംബരങ്ങളും പിശാചിനെ അവന്റെ ആധിപത്യങ്ങളെയും പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. കർത്താവായ ഈശോയെ, എന്റെ ഹൃദയത്തിൽ അങ്ങേ രക്ഷകനും നാഥനുമായി ഞാൻ ഏറ്റുപറയുന്നു. കർത്താവായ ഈശോയെ, അങ്ങേക്ക് യോജിക്കാത്തതൊന്നും എന്റെ നാവ് പറയാതിരിക്കട്ടെ. അങ്ങേക്ക് യോജിക്കാത്തതൊന്നും എന്റെ കണ്ണ് കാണാതിരിക്കട്ടെ. എന്റെ കാത് കേൾക്കാതിരിക്കട്ടെ. ഞാൻ സ്പർശിക്കാതിരിക്കട്ടെ. ഞാൻ പ്രവർത്തിക്കാതിരിക്കട്ടെ. കർത്താവായ ഈശോയെ, എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും എന്റെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും പൂർണ്ണമായി അങ്ങേക്ക് സാക്ഷ്യം നൽകുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവും ദൈവവുമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നെ ഏറ്റുപറയുവാൻ എന്നെ സഹായിക്കണമേ. വേണ്ട പോകരുതേ നാഥ, നിൽക്കണമേ. തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. യേശുനാഥ, വീണ്ട പോകരുതേ നാഥ, നിൽക്കണമേ. തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. യേശുനാഥ, യേശുനാഥ, സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ. ആരാധനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയിലേക്ക് നോക്കാം. സ്വർഗത്തിൽ ഉയരുന്ന വലിയൊരു ശബ്ദമാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
സഹോദരങ്ങളെ, മലങ്കര ദേവാലയങ്ങളിൽ ഉയരുന്ന വലിയൊരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. നമ്മുടെ ആരാധനാക്രമത്തിൽ നീ പരിശുദ്ധനാണ് നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. ലത്തീൻ ക്രമത്തിലും എല്ലാം നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. ഈ ആരാധനയുടെ സമാപന സമയങ്ങളിൽ 40 മണി ആരാധനയാണ്, നാളെയാണ് അത് പൂർണ്ണമായി അവസാനിക്കുന്നതെങ്കിലും നമ്മൾ ഈ ഭവനങ്ങളിലേക്ക് ഈശോയുമായി കടന്നു പോകുന്നതിന് മുൻപ് നമ്മുടെ ഉള്ളിൽ ഈശോയുണ്ട്, വിശ്വസിക്കാം. നമ്മുടെ ഉള്ളിലും നമ്മുടെ മുൻപിലും കാണുന്ന ഈശോയെ നമുക്കൊന്ന് പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കാം. ഈ സമയങ്ങളിൽ അറിയാവുന്നവർ മാത്രം പാടിയാൽ മതി, അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഹൃദയത്തോടെ ഈ ദൈവത്തെ പരിശുദ്ധനെന്ന് നമുക്ക് പാടി ആരാധിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ, മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ദിവ്യ ശരീരം മാനവനാ നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ. ദിവ്യനിണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ,
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ശാന്തമായി ഒരു മിനിറ്റ് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ 40 മണി ആരാധനയുടെ തിരുമണിക്കൂർ ഇന്നത്തേത് ഇവിടെ പൂർത്തിയാകുമ്പോൾ നമുക്കറിയാം, നാളെ രാവിലെയും 5:30 മുതൽ 6:30 വരെ ആരാധന നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ തിരുമണിക്കൂർ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയത് ഫാദർ ജോസഫ് ഓണാട്ട് VC അച്ഛനാണ്. അച്ഛൻ പത്തനംതിട്ടയിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ ഡയറക്ടർ അച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. പല ദേവാലയങ്ങളിൽ പോയി ധ്യാനിപ്പിക്കുന്ന അച്ഛനാണ്. ഒരു വലിയ അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷയായിരുന്നു. നമുക്കെല്ലാവർക്കും വലിയൊരു അനുഗ്രഹം ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ അച്ഛൻ ആ ശുശ്രൂഷ നയിച്ചു. പത്തനംതിട്ടയിൽ നിന്നും ഇവിടെ കടന്നു വന്ന് നമുക്ക് വേണ്ടി നമ്മളെ ആരാധിക്കാൻ സഹായിച്ച അച്ഛന് ബഹുമാനപ്പെട്ട പ്രിയോരച്ഛൻ്റെ അച്ഛന്മാരുടെയും എല്ലാവരുടെയും പേരിൽ സ്നേഹനിർഭരമായ നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ പിതാവിൻ്റെ തിരുനാളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നാളെയും നാളെ കഴിഞ്ഞുമാണ് പെരുന്നാൾ. ഇപ്പോൾ വൈകുന്നേരം ഇത്രയും ആൾക്കാർ വന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കൊത്തിരി സന്തോഷമുണ്ട്. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെയുള്ള ആരാധനയിൽ നിങ്ങളെല്ലാവരും വന്ന് പങ്കെടുക്കണം. അതുപോലെ 6:30 വിശുദ്ധ കുർബാന, ആഘോഷമായ വിശുദ്ധ കുർബാനയും പ്രസംഗമൊക്കെ ഉണ്ട്. അത് നയിക്കുന്നത് പ്രൂൺഷാളച്ചനാണ്, ബഹുമാനപ്പെട്ട ആൻ്റണി അളന്തോട്ട CMI അച്ഛൻ. അതിനുശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം ഔസേപ്പ് പിതാവിൻ്റെ രൂപം നമ്മൾ ഈ ദേവാലയത്തിൽ നിന്ന് വെഞ്ചരിച്ച് പുറത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു. എനിക്ക് തോന്നുന്നത് പലപ്പോഴും രാവിലെയൊക്കെ വരാനായിട്ടുള്ള ഒരു മടി, സമയം പോകുമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയത്തിന് എന്താണെന്ന് അറിയില്ല, അധികം കുറേ പേര് വരുന്നില്ല. അപ്പം നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ കുറേയൊക്കെ സമയം ദൈവത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കറിയാം, ഒരു വിശുദ്ധൻ എന്ന് പറയുന്നത് ഒരു പള്ളിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ആ ദേശത്തിനും ലോകത്ത് മുഴുവനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളതിനെ കാണാനും. എല്ലാവരും ഒരുമിച്ച് നിങ്ങൾ ഭക്ഷണമൊക്കെ രാവിലെ ഇച്ചിരി നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടോ ഒക്കെ ആണെങ്കിലും നിങ്ങളെല്ലാവരും അതിൽ വന്ന് പങ്കെടുക്കണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ഓൺ ഫീലിംഗ് നിങ്ങളെല്ലാവരും എടുക്കണം, എല്ലാവരും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുസ്വരൂപം, വിശ്വപിതാവിൻ്റെ തിരുസ്വരൂപം നമുക്കറിയാം, അത്ഭുതകരമായ ഒരു രൂപമാണ്. അത് പുറത്തേക്ക് പ്രതിഷ്ഠിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട ബിജു തെക്കേക്കുറ്റച്ചൻ ആഘോഷമായ വിശുദ്ധ കുർബാന നടത്തുന്നു. 11 മണിക്ക് ബഹുമാനപ്പെട്ട പ്രിയോരച്ചൻ പട്ടം കിട്ടിയിട്ട് 25 വർഷമായി അച്ഛനും ഉൾപ്പെടുന്ന 10 പേര് അർപ്പിക്കുന്ന വിശുദ്ധ ബലിയുണ്ട്. അതുപോലെ വൈകുന്നേരം 3:30 ഈ വർഷത്തെ പ്രസിദ്ധേന്തിമാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ നടക്കുന്നുണ്ട്. 4:30 ആഘോഷമായ തിരുനാൾ കുർബാന ഇവിടെ നടക്കുന്നു. ഫാദർ സുബിൻ കോട്ടൂർ CMI അച്ഛൻ. അതിനുശേഷം പ്രദക്ഷിണമുണ്ട്. പ്രദക്ഷിണത്തിനും ഏകദേശം 4:30 രാവിലെ കുർബാനയ്ക്ക് വരുന്നവരാണെങ്കിൽ ഏകദേശം 5:30 നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വന്ന് നമുക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വരണം. ആഘോഷമായിട്ട് നമുക്ക് പ്രദക്ഷിണം നടത്തി ഫാത്തിമ കപ്പേളയിൽ അവിടെ വചനപ്രസംഗമുണ്ട്. തിരിച്ചെല്ലാവരും ദേവാലയത്തിൽ മടങ്ങിയെത്തണം. അതിനുശേഷം ഇവിടെ ഒരു ശിങ്കാരിമേളത്തിൻ്റെ നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ശിങ്കാരിമേള പ്രകടനമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയും കൂടെയൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതുമൊക്കെ നിങ്ങൾ വന്ന് പങ്കെടുക്കണം. എല്ലാവരും ഇതിനെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് വൈകുന്നേരം ഒന്നുകൂടെ നോക്കിയിട്ട് എല്ലാവരും അതിൽ വന്ന് പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം നേർച്ച നമ്മളിവിടെ സാധാരണ വെക്കുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചാവർപിതാവിൻ്റെ നേർച്ച നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കുറച്ച് കൊഴുക്കോട്ടയൊക്കെ ഞങ്ങളുണ്ടാക്കി ഇവിടെ കൊണ്ട് ഇടണം. നിങ്ങളുടെ നേർച്ചയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് കൊണ്ടുവന്നു. അതുപോലെ ഈ പ്രാവശ്യം നിങ്ങളെല്ലാവരും തന്നെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് കൊഴുക്കോട്ടയൊക്കെ ഉണ്ടാക്കി അമ്മച്ചിമാരൊക്കെ എല്ലാവരും തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അമ്മച്ചിമാരും കോഴിക്കോട്ടെ ഇവിടെ കൊണ്ടുവന്ന് ആ നേർച്ചയായിട്ട് നിങ്ങൾ ഇടണം. അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. ഇങ്ങനെയൊരു നമ്മളൊരു ഹോം ഫീലിങ്
നമ്മൾ ഒന്നാണ്, ഒരു സ്നേഹം കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് വാച്ച് വീട്ടിൽ അഴിച്ചു വെച്ചിട്ട് വരിക, ഇവിടെ മുഴുവൻ സമയം ചെലവഴിച്ച് ഒരു സ്നേഹത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവമാക്കി മാറ്റാൻ ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമായി കൺകളില. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമായി കൺകളിലായി. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലായി. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. സഹനത്തിൽ ഈശോയെ പിരിയാത്തൊരമ്മൻ ഹൃദയ സ്പന്ദനമത് കേട്ടിരുന്നു. എൻ്റെ യാത്രതൻ താളമതായിരുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിൻ്റെ പിഴയവൻ തീർത്തിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിൻ്റെ പിഴയവൻ തീർത്തിരുന്നു. മാതാവിൻ മടിയിലൂരീശോയിലെത്തുന്ന കുറുക്കുവഴി അവൾ അറിഞ്ഞിരുന്നു. എൻ്റെ പ്രാർത്ഥന താളമതായിരുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ